പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് രണ്ട് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒന്ന്, ഈ ഒരു വെടിനിർത്തലിനെ നിരാശാജനകമായ ഒന്നായിട്ട് കാണുന്ന ആളുകളുമുണ്ട്. വെടിനിർത്തൽ അത്യന്താപേക്ഷിതമാണ്, നല്ലൊരു തീരുമാനമാണ് എന്ന് കാണുന്നവരുമുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള തീരുമാനങ്ങളാണ്, രണ്ട് തരത്തിലുള്ള ഒരു ചർച്ചയാണ് പൊതുവെ നടക്കുന്നത്. അതിൽ എല്ലാവരും വിമർശന ബുദ്ധിയോടുകൂടി കാണുന്നൊരു കാര്യം, വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഭാരതത്തിൻ്റെ അപ്രഖ്യാപിതമായ നയമുണ്ട്. മൂന്നാം കക്ഷികളുടെ ഇടപെടലില്ലാതെ ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന വളരെ നാളുകളായി ഭാരതത്തിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നയം, അതിൽ നിന്ന് ഭാരതം വ്യതിചലിച്ചോ എന്ന ഒരു സംശയം പല ആളുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി കാണാൻ പറ്റുന്നുണ്ട്. കാരണം അതിന് ഉപോത്ഫലമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പാകിസ്ഥാനുമായി നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന ഒരു കിംവദന്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ആളുകൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അസത്യജടിലമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അമേരിക്ക പാകിസ്ഥാനുമായി ചർച്ച നടത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം അമേരിക്കയെ മധ്യസ്ഥമാക്കിക്കൊണ്ട് ഇന്ത്യ ചർച്ച നടത്തി എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ പാകിസ്ഥാനിലെ DGMO ഇന്ത്യയുടെ DGMOയുമായി നടത്തിയ അവരുടെ ഒരു അഭ്യർത്ഥന പ്രകാരം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ DGMOയുടെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യ അവർ പറയുന്ന ആ ഒരു വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഇന്ത്യ സ്വമേധയാ തയ്യാറാകുക എന്നുള്ളതാണ് ചെയ്തത്. കാരണം ഇവിടെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പാകിസ്ഥാന്റെ നാമാവശേഷമാകുന്ന സമയം വരെയും പാകിസ്ഥാനിന്റെ യുദ്ധം 2-3 ദിവസം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ കാൽഭാഗം വിനിയോഗിച്ചാൽ പോലും ഒരു 3 ദിവസം കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഈ ഭൂമുഖത്ത് തന്നെ ചരിത്രമായിട്ട് മാറും എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യ യുദ്ധപ്രഖ്യാപനത്തിൽ നടത്തിയതല്ല, ഇന്ത്യ പ്രതിരോധം ആണ്, അല്ലെങ്കിൽ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ അത് അവർക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു. ആ നാശനഷ്ടത്തിൽ നിന്ന് അവിടുത്തെ ഗവൺമെന്റിനും ജനങ്ങൾക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ DGMOയെ പാകിസ്ഥാൻ ഗവൺമെന്റും മിലിറ്ററിയും നിയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൻ്റെ DGMO ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസുമായി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു വെടിനിർത്തൽ എന്ന് പറയുന്ന താൽക്കാലികമായ ഒരു സംവിധാനത്തിലേക്ക് ഭാരതം കടന്നുപോയത്. അല്ലാതെ അതിന് മറിച്ചുള്ള പല കിംവദന്തികളും തെറ്റാണ് എന്നുള്ളതാണ് സത്യം. നമസ്തേ.